ചരിത്രം കുറിച്ച് AKGയുടെ നാടായ പെരളശ്ശേരിയിൽ BJP ഓഫീസ് ഉദ്ഘാടനം. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പെരളശ്ശേരിയിലെ BJP ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CPM ആശയക്കുഴപ്പത്തിലാണെന്നും അത് പ്രവർത്തകരിൽ നിന്ന് മറച്ചുവെക്കാൻ മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന പ്രസംഗത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ PK കൃഷ്ണദാസ് രൂക്ഷ വിമർശനമുയർത്തി. CPM ശക്തി കേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന പെരളശ്ശേരിയിലാണ് രാഷ്ട്രീയ മാറ്റം വ്യക്തമാക്കി BJP ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത്. ഓഫീസിനായി കെട്ടിടം വിട്ടു നൽകിയ ഉടമയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ CPMന് താക്കീതായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനമായി എത്തിയാണ് BJP ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് നിലവിളക്ക് കൊളുത്തി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം രൂക്ഷ വിമർശനമുയർത്തി. മൂന്നാം ഭരണം ശരണമെൻ്റയ്യപ്പ എന്നാണ് പിണറായി ഇപ്പോൾ പറയുന്നത്. പമ്പയിൽ നടന്ന സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ സംഗമത്തിൽ പമ്പാവാസൻ ഉണ്ടായിരുന്നില്ല, വാസൻ മാത്രമേ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം എന്താ സംഭവിച്ചത്? 5000 ആള് 6000 ആളുകൾ പങ്കെടുക്കുന്നു പറഞ്ഞു. അവസാനം അയ്യപ്പൻ ചുട്ട മറുപടി കൊടുത്തു. എന്താ? അവസാനം 650 കസേല കൊണ്ടുവച്ചു. അത് നിറക്കാൻ പറ്റാതെ വന്നപ്പോ നമ്മുടെ AR ക്യാമ്പിൽ നിന്ന് പോലീസുകാരെ കൊണ്ടുവന്നിട്ട കസേര നിറച്ചത് പ്രിയമുള്ളവരെ അയ്യപ്പന്റെ പണതായിന്റെ പുലിക്കളി പരാജയപ്പെട്ടു. എന്താ? പന്തളത്ത് ശബരിമല കർമ്മസമിതി അവിടെ മറ്റൊരു സംഗമം നടത്തി. ആ സംഗമത്തിൽ 10000കണക്കിന് ഭക്തജനങ്ങളും വിശ്വാസികളും ഒഴുകിയെത്തി. എന്തുകൊണ്ട് പന്തളത്ത് വിജയിച്ചു? എന്തുകൊണ്ട് പമ്പയിൽ പരാജയപ്പെട്ടു? പമ്പയിൽ നടന്ന സംഗമത്തിൽ പമ്പാവാസൻ ഉണ്ടായിരുന്നില്ല, വാസൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പന്തളത്ത് നടന്ന സംഗമത്തിൽ പമ്പാവാസനും പന്തളത്ത് വാസനും ഉണ്ടായിരുന്നു. BJP സംസ്ഥാന വക്താവ് VP ശ്രീപത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP കണ്ണൂർ സൗത്ത് ജില്ലാ സെക്രട്ടറി ഹരീഷ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി, ദേശീയ സമിതി അംഗം C രഘുനാഥ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, കണ്ണൂർ.